എപ്പിസോഡ് തുടക്കത്തിൽ കാണുമ്പോൾ ഒരു റൈക്കൂനെയാണ്. അയാൾ ജപ്പാൻ അണ്ടർ 20 ക്യാപ്റ്റനുമാണ്. നമ്മളെ ഷാഹിനാന്ന് കാണാൻ വന്നിരിക്കുകയാണ്. അവൻ പറയും ഞങ്ങൾ സ്റ്റാർ പ്ലെയർ സെൻഡുവിനെ വീണ്ടും നമ്മളെ ഷിഡോ ഫൈറ്റ് ചെയ്ത് ഇതാക്കിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഷിഡോ അല്ലാണ്ട് ഒരു കളിക്കാൻ പറ്റും, നീ ഷിഡോനെ ഒഴിവാക്കണം, ആ ഗാർബേജ് പ്ലെയറിനൊക്കെ വേണ്ട എന്ന് പറയും. ഞങ്ങൾ സ്റ്റാർ പ്ലെയർ മതി ഞങ്ങൾക്ക് ജയിക്കാൻ എന്ന് കുറേ പറയും. നമ്മളെ ഒലിവറയ്ക്കും ഷിഡോ ഇല്ലാണ്ട് നമുക്ക് ഈ മാച്ച് ജയിക്കാൻ പറ്റുമെന്ന് പറയും. സായാളെ മിണ്ടാണ്ടൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, ഡേയ് ഇത് നീ ആ ടീം കൗൺസിലെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ആ ജപ്പാനിട്ടൊരു ആൾക്കാരെ പറഞ്ഞിട്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ അവനറിയും, ഓ ജീനീസ്, ശരിക്കും അതങ്ങനെയല്ല, ഷീഡോ ഇല്ലാണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും. പിന്നെ 99% ഞാൻ എൻ്റെ സെൽഫിഷ്നെൻ്റ് നോക്കിയാണ്, നീയും ആ പ്ലെയറും നല്ലോണം കളിക്കണം നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള 1% അതെൻ്റെ ടീമിന് വേണ്ടി ജോബ് ചെയ്യും. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ആ ഗാർബേജ് പ്ലെയറെ ഒഴിവാക്കണം. പിന്നെ ആ ജപ്പാൻ്റെ ആൾക്കാരൊന്നും പറയണതല്ല, എൻ്റെ തീരുമാനമാണെന്ന് നമ്മൾ ഒലിവർ പറയും. പിന്നെ നീ അവനെ വെച്ച് ഇല്ലാണ്ട് കളിക്കണം. പിന്നെ നമ്മൾ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ടോണ്ട് നമ്മളപ്പോൾ നീ ജയിക്കും, ഞാൻ കളി കണ്ടിട്ടില്ലല്ലോ, കളി കാണ് എന്ന് പറയും. അപ്പം അവനെ സഹായി പറയും, ഓ ശരി ഞങ്ങൾക്ക് സമ്മതിച്ചു, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കാനുള്ള. അപ്പോൾ അവൻ പറയും, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കല്ല, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്ന ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മളെ സഹായി പറയും, ഈ കളി നിങ്ങൾ തോറ്റാൽ ഈ ഹാഫ് ടൈമിനുള്ളിൽ നമുക്ക് പോയിന്റ് കുറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പോവും എന്ന് പറയും. അപ്പോൾ അവൻ അന്നും പറയും. പിന്നെ കാണിക്കുന്നത് നമ്മളെ ബ്ലൂ ലോക്കിനെയാണ്. ബ്ലൂ ലോക്കിൻ്റെ അകത്താണുള്ള എല്ലാവരും അവർക്ക് റെഡിയാണ്. നമ്മളെ ജിംബാച്ചാനുള്ള ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആര് കളിക്കും, ഏത് പൊസിഷൻ കളിക്കുന്നൊക്കെ. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ എക്സസൈസ് ചെയ്ത് അവരുടെ മാച്ചിന് വേണ്ടി ഹാർഡായി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരാണോ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൽക്കൊക്കെ സെൻറ്റർ ബാക്കായിട്ട് നല്ല പ്ലാനിങ്ങിലാണ്. നമ്മളെ ബാച്ചാണല്ലോ നമ്മളെ കുറിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. എന്താ പറയും, ഏയ് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇസാക്കി ആലോചിക്കും, നാളെ മാച്ച് എന്ന് ആലോചിക്കും. പിന്നെ നിൽക്കുന്നത് നമ്മളെ പുറത്തെല്ലാം ഇരുന്നിട്ട് ആ ഗെയിം പ്ലേയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഓ ബ്ലൂ ലോക്ക് ആയിട്ടുള്ള കളിയല്ലേ, ജപ്പാൻ അണ്ടർ 20 ജയിക്കും എന്ന് പറയും. പിന്നെ അവിടേക്ക് നമ്മളെ ഒലിവർ അയക്കുന്നതാണെന്ന് പോവാണ്. അവൻ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഈ ബ്ലൂ ലോക്ക്, ഏറ്റവും സായന്തിനെ എടുക്കുന്ന കളിക്കാനായിട്ട്, അത് ഈ ബ്ലൂ ലോക്കിനായിട്ട്. ശരിക്കും ബ്ലൂ ലോക്ക് എന്താണെന്നിട്ട് ഫോണെടുത്ത് നോക്കും. പിന്നെ നമ്മളെ ഒലിവർ അയക്കൊരു പാസ്റ്റ് കാണിക്കും. അതിലാണ് എല്ലാ ആൾക്കാരും ഇവനെ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്ട്രൈക്കർ ഈ കാലം വെട്ടിക്കളഞ്ഞ ഇവരാണ്, ഡിഫൻഡർ ആക്കിയത് ഇവരാണ്. പിന്നെ ബ്ലൂ ലോക്കിൽ മാച്ച് കാണാൻ വേണ്ടി ഓരോ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൾക്കാർ. പിന്നെ നമ്മൾ റിനിയാണ് കാണിക്കുന്നത്. റിനി ഒരു പാസ്റ്റാലേക്കാണ്, എന്തുകൊണ്ട് അവൻ ഷിഡോനെടുത്തു, എന്തുകൊണ്ട് നെറ്റ് മാച്ചിന് അവൻ ഷിഡോനെടുത്തു, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇനി എന്ന് നമ്മൾ ഇലക്ട്രിക്സ് റിനായിരിക്കും. പിന്നെ സായിനാണെങ്കിൽ സായുള്ള ബ്ലൂ ലോക്കിലേക്ക് വരികയാണ്. ബ്ലൂ ലോക്കി നോക്കി വരികയാണ്. ഇവിടെ ആൾക്കാരെ കാണിക്കുന്നത് എല്ലാ മാച്ച് കാണാമെന്ന് എല്ലാവരും. അവർ ബ്ലൂ ലോക്കൊന്നും ജയിക്കില്ല, ഈ ജപ്പാൻ അണ്ടർ 20 വഴി ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സായിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മിക്ക ആൾക്കാരും സായിനെ കാണാൻ. പെട്ടെന്നാണ് നമ്മൾ ഈ സായിയുടെ അമ്മാച്ചിന് വരുന്നത്. അവരാണല്ലോ ഇവിടെ ഫുള്ളും ഈ ആൾക്കാരാണല്ലോ ജപ്പാൻ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ഇരിക്കുക, സ്ഥലത്ത് പോയിരിക്കുകയാണ്. നോക്കുമ്പോൾ എല്ലാവരും ജപ്പാൻ സ്റ്റുഡിയോയെ കുറിച്ച് പുകഴ്ത്തി പറയണത് തന്നെ. പിന്നെ കാണിക്കുമ്പോൾ സായിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ ആ ടീമിൽ എത്ര പേര് കളിക്കുന്നത്, ആരെ കളിക്കുന്നത് കാണിക്കുകയാണ്. പെട്ടെന്നാണ് ബാച്ചർ ഇസാക്കി എന്ന് പറയുന്നത്. ഇസാക്കി നോക്കിയിരിക്കുന്ന ലുക്കുണ്ടോ എന്ന് ചോദിക്കും. നമ്മളെ ചിഗിരി പറയും, ഓ നമ്മൾ ശരിക്കും അവിടെ എത്തിയില്ലേ കളിച്ചിട്ട് എന്ന് പറയും. പിന്നെ നാഗി പറയും, ഓ നമ്മൾ അവിടെ എത്തില്ലേ. പിന്നെ നമ്മളെ ജിംബാച്ചി എന്ന് പറയും, സോറി ഗൈസ് ഞാൻ ലേറ്റായി കുറച്ച്, ഇതാണ് ജപ്പാൻ 20 ടീമിൻ്റെ ലിസ്റ്റ് കാണിച്ചെടുക്കും. അപ്പോൾ നമ്മളെ എല്ലാവരും നോക്കി പറയും, ഓ അതിൽ ഷിഡോ ഇല്ല, എന്തുകൊണ്ടാലോചിക്കും. ഞാൻ അവരായിട്ട് നല്ലൂടെയും ചോദിക്കും. അതൊന്നും നമ്മളെ കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ ജയിക്കണം, നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത പോലെ ജയിക്കണമെന്ന് നമ്മളെ ജിംബാജി പറയും. എന്നിട്ട് അവർ കുറേ സ്പീച്ചൊക്കെ കൊടുക്കും, നിങ്ങൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഫീൽഡ് ക്ലാസ് ഒക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കും. പിന്നാണെങ്കിൽ നമ്മളെ ബ്ലൂ ലോക്കൽ ടീം മാച്ച് റെഡി ആയിട്ട് എടുക്കുകയാണ്. റിന്നാനുള്ള ഓരോ പോയിന്റ് നേരെ പോവാണ്. പക്ഷെ അതിനുള്ളിൽ പേടിയുണ്ടാവും ചേട്ടനായിട്ട് കളിക്കാൻ വെച്ചിട്ട്. ചേട്ടൻ നോക്കുന്നുണ്ട്, ഓരോരുത്തരാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഗഗമാറാണോട് ചോദിക്കുകയാണ് ഗോളിയോട്, ഞാൻ നീ ഗോളിയാണോ, ഞാൻ ആദ്യമായിട്ടാണ് ഗോൾ കളിക്കണമെന്ന് പറയും. പിന്നെ നമ്മൾ അയക്കാനുള്ള, ഓ നിൻ്റെ ടീമിൽ തരാം ഇവൻ ഷിഡോ,
ബ്ലൂ ലോക്കിൽ നിന്ന് ഇതിലാണ്ട് വന്നാലേ ഒരു ചെകുത്താനെ പറയും. പിന്നെ നമ്മൾ കളിക്കാൻ പോണത് എങ്ങനെ കളിക്കാൻ പോണത് എന്നായിട്ടാ എന്തായാലും തോക്കും, സാരമില്ല നിങ്ങളെ കരിയർ അവസാനിക്കുമെന്ന് പറയും. എൻ്റെ കളിയോടും കാണും. മാച്ചിന് വേണ്ടി എല്ലാവരും പുറത്തിറങ്ങുമ്പോഴാണ് ജപ്പാൻ 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 എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടവിളി കേൾക്കുന്നത്. ആ ജപ്പാൻ്റെ ഫാൻസ് നിന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ടാണ് നമ്മളെ ബ്ലൂ ലോക്കിലത്തെ ആൾക്കാരെ വിളിക്കുമോ നോക്കിയാൽ ആരും വിളിക്കുന്നില്ല. അവിടെ ഓരോരുത്തരും ജപ്പാൻ കളിക്കാൻ പോണ്, ബ്ലൂ ലോക്കിനായിട്ട് ജപ്പാൻ അണ്ടർ 20 ബ്ലൂ ലോക്കിനെ കളിക്കാൻ പോണ് എന്നെല്ലാവരും പറയുന്നു. പിന്നെ ഓരോരുത്തർ ടീം ഫോർമേഷൻസ് കളിക്കുകയാണ്. നമ്മുടെ സായാണ് നമ്മുടെ എന്തിട്ട് സെൻറ്റർ ഫോർവേഡ് രണ്ട് ടീമിലും. അവൻ്റെ ടീം ഇറ്റാണ് മറ്റേ ടീമിത്തെ. പിന്നെ കളി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇസാക്കിയുള്ള പേടിയുണ്ട് അവരുടെ ഉള്ളിലൊക്കെ. ഇസാക്കി ആൾക്കാരെ നോക്കി വരുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ പുറത്ത് കാലിന് അടിക്കുന്നത്. നോക്കിയത് റിന്നു പറയുന്നു, ഡാ എനിക്ക് ഇപ്പോഴും പേടിയാണടാ എന്നവനെ കളിയാക്കി കാണാൻ ഇടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാച്ച് ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇതിൻ്റെ ഈ കളിയുടെ തുടക്കം. ഈ എപ്പിസോഡ് ഈ കളി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാച്ച് തുടങ്ങുകയാണ്. മാച്ച് തുടക്കത്തിന് നമ്മളെ ഇറ്റോഷി റിന്നുള്ള ഇസാക്കി പാസ് എടുക്കും. ഇസാക്കിയുള്ള ബോൾ കൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ പോകാനായിട്ട് നാഗിക്കും പാസ് എടുക്കും. നാഗിയാനുള്ള വീണ്ടും കാര്യമായിരിക്കും. ഇറ്റോഷി റിന്നിന് പാസ് എടുക്കണം. ഇസാക്കിക്കും കസാർ ടാബിറ്റോ സെൻറ്റർ ഫിൽക്കും ഓരോന്നൊക്കെ പറയുന്ന ആലോചിക്കുകയാണ് ഓരോരുത്തർ. ഇസാക്കിയാനുള്ള ആർക്ക് പാസ് ചെയ്യും ഇവർക്ക് പാസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെ റിന്നാനുള്ള വീണ്ടും ഇസാക്കി പാസ് എടുക്കും. ഇസാക്കിയാനുള്ള നമ്മളെ ബാച്ചർക്ക് പാസ് എടുക്കും. ബാച്ചർ റെഡി ആയി വെച്ചിട്ട് ഓരോരുത്തരെ വെട്ടി മാറ്റിയിട്ട് അവസാനം റിന്നിന് പാസ് എടുക്കുക വെച്ചാൽ റിന്നെ അവിടെ ബ്ലോക്കിലാണ്. നമ്മളെ നാഗിക്ക് പാസ് എടുക്കുക വെച്ചാൽ നാഗിയും ബ്ലോക്കിലാണ്. പെട്ടെന്ന് നമ്മളെ കഥ നാഗി ഇസാക്കി അയാളെ ബാക്കിൽ കൂടെ വന്നിട്ട് ഞാൻ അയാൾ ഫ്രീയാ എന്ന് പറയും. അപ്പോൾ ബാച്ചർ എനിക്ക് മനസ്സിലായി എൻ്റെ ഈഗോ നീയാണ് ഇസാക്കി, എനിക്കൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസ് എടുക്കാണ്. ആ ബോളാണ് നേരെ കറങ്ങിപ്പോയിട്ട് നമ്മളുടെ ഇസാക്കിൽ കിട്ടി വിചാരിച്ചാൽ കിട്ടിയില്ല. ഒലിവറയ്ക്കും ഇത് ഡിഫെൻഡ് ചെയ്താണ് ഒരു പാമ്പിനെ പോലെ വന്നിട്ട് എവിടുന്നു ആ ബോൾ കോർണറിൽ പോവാണ്. ഇസാക്കിയാലേക്ക് എങ്ങനെ ചെയ്തു. അവൻ റിഫ്ലക്സും അവന് ഒരുപാട് കഴിവുകളുണ്ട്. അവൻ്റെ ആയിട്ട് വലിയ പ്ലെയറാണെന്ന് തോന്നുന്നു. അയക്കുമെന്ന് പറയുന്നു എല്ലാവരും അവനെ. അവൻ പറയുന്നു, ഡിഫൻഡേഴ്സിൻ്റെ ഫുട്ബോൾ പോലീസാണ്, പിന്നെ സ്ട്രൈക്കേഴ്സിൻ്റെ കള്ളന്മാരാണ്. നീ റെഡിയാണോ ഇസാക്കി? നമുക്കൊരു മാച്ച് കളിക്കണം, കള്ളനായിട്ടും പോലീസായിട്ടും. ഇസാക്കിയാണുള്ള ആലോചിക്കും, ഓ ഇവൻ എത്ര പവർഫുൾ ആയിരുന്നു. ശരി അയക്കും, നിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറയും. ഓരോരുത്തർ പറയും, ഓ ടൈമായി ഇനി കളി തുടങ്ങണം എന്ന് പറയും. ഇസാക്കി പറയും, ഞാൻ എൻ്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, വാ നമുക്കിനി കള്ളനെ പോലീസും കളിക്കാം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞോട് ഈ എപ്പിസോഡ് കഴിഞ്ഞു. പുതിയ എപ്പിസോഡുമായി നാളെ വരാം. സ്റ്റേ ട്യൂൺ.